സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ ജഗദംബികേ മൂകാംബികേ. സൗവർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥന തീർത്ഥമാടും
നോക്കാം നമുക്ക് ജഡ്ജസിനോട്. ശരത് സാർ. ഹായ് മോളെ. ഹായ് സർ. കാണാൻ എന്ത് ചന്താ ചക്കരെ, എന്ത് രസാ മുത്തിനെ കാണാൻ. താങ്ക് യു. മോൾ തൊണ്ടയടപ്പുണ്ടായിരുന്നു. ചുമയുണ്ട്. ആഹാ, ചുമ വെച്ചിട്ടൊക്കെ ഇത്രയെങ്കിലും പാടിയില്ലേ? അതോ മോളെ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയ ശ്രുതിയാണടാ. കാരണം നമ്മളങ്ങോട്ട് സൗപർണികാമൃത എന്നങ്ങോട്ട് പിടിക്ക. എടേ എന്തിനാടേ അങ്ങനെ എനിക്ക് ആപ്പ് വെക്കുന്നത്? ചേർന്നതുമില്ല. അപ്പൊ മോളെ പ്രധാനമായിട്ട് ഇപ്പൊ അവിടെ ഒരു അങ്ങേ അറ്റത്തൊരു അങ്കിൾ ഇരിക്കുന്നില്ലേ? ആരാ പേരെന്താ? ഷീനാങ്കിള്. അവന്റെ വിരൽ പിടിക്കുമ്പോ അതിനോട് നമ്മൾ അങ്ങോട്ട് ചേരണം. ഇല്ലെന്നുണ്ടെ വെളിയിൽ പോയി എന്നിട്ട് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കും. അങ്ങനെ ഒരു മനുഷ്യനാ. അതുകൊണ്ട് അതിന്റെ കൂടെ നമുക്ക് ആ ഓപ്പണിംഗ് ഒന്ന് പാടിയാലോ? ഐശ്വര്യ പറ്റുമോ മോക്ക്? കുഴപ്പമില്ല. ഷിനു കുഞ്ഞിന് ചേരുന്ന ഒരു ടോൺ ഇട്ട് വിടറ. തമ്പുരു തന്നെ ഇട്ട് തന്നെ. നീ ആര് നാര തന്നെ? റെഡി? റെഡി? സൗപർണികാമൃത വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ ജഗദംബികേ മൂകാംബികേ. ഒരു വിധം കുഴപ്പമില്ല. കുഞ്ഞിനിപ്പം വയ്യാന്നുള്ളത് നന്നായിട്ട് അറിയുന്നുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. മോളെ അത് മൂകാംബിക എന്ന് കേൾക്കുന്നില്ല, മോകാംബിക എന്നാ കേൾക്കുന്നത്. എല്ലാരും എഴുതി വെച്ചിട്ടുണ്ട്. മൂകാംബിക ആടാ നമ്മുടെ പാട്ടുകാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആ അമ്മയുടെ അനുഗ്രഹമാണ് മൂകാംബിക. പിന്നെ മോന്നാ കേൾക്കുന്നത് മോളെ. അത് തന്നെ. അപ്പൊ അത് പ്രധാനമായിട്ട്. പിന്നെ മോളെ ഈ പ്രാർത്ഥനാ തീർത്ഥമാടും അതൊന്ന് പാടാമോ? പ്രാർത്ഥന തീർത്ഥമാടും. മാവല്ലാണ്ട് തീർത്ഥമാടും. തീർത്ഥമാടും. മോടും അങ്ങനെ വേണ്ട മോളെ. തീർത്ഥമാടും. 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 ഓക്കെ. എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ. പിന്നെ മോളെ അതിന്റെ ആ ആഡ്ലിപ്പ് ഒന്നും വരുന്നില്ല ഇടയ്ക്ക്. അത് കുറേയും കൂടെ ക്ലാരിറ്റി ആവാം മക്കളെ കേട്ടോ. അത് മോള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. മോക്ക് വയ്യാത്തത് കൊണ്ടുള്ള ഒരു കുഴപ്പമാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഇവിടെ വന്ന് തൊണ്ട വയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾക്ക് നമുക്ക് മാർക്ക് അതിന് പാടുന്നതിനല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. അത് നോക്കിക്കോളാം കേട്ടോ മുത്തേ. ഏതൊക്കെയാലും യു ആർ ലുക്കിംഗ് സ്റ്റണ്ണിങ്. താങ്ക് യു ശരത് സർ. ഹരിചേട്ടാ. അനുഷ്ക, എന്തോ എനിക്ക് മെയിനായിട്ട് അതിന്റെ തുടക്കം സൗപർണിക, അത് മോള് അത് ഭയങ്കര വലിച്ചു നീട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ഋതമുണ്ട്. സൗപർണികാമൃത. അത് നമുക്ക് ഒരിക്കലും ആർട്ടിഫിഷ്യലായിട്ട് തോന്നരുത്. മോളങ്ങനെയായിരുന്നു പാടുന്നത്. വീചികൾ, അതിനും ഒരു ഋതം വേണം. വീചികൾ പാടും. ആ വീചികളും ബ്രേക്കായി. അവിടെ അന്ന് എന്തോ സംതിങ്. അപ്പൊ മൊത്തത്തിൽ അതെനിക്ക് ആ ഒരു തുടക്കം തന്നെ ഒരു അങ്ങനെ ഫീൽ ചെയ്തു. അതിലും ദാസ് സാറൊക്കെ പാടിയിരിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കേൾക്കണം. താളത്തിലല്ലെങ്കിലും അത് പറയുന്ന അല്ലെങ്കിൽ പാടുന്ന ഒരു ഭയങ്കര ഭംഗിയായിട്ടാണ് സസ്റ്റെയിൻ ചെയ്യുന്നത് ഓരോന്നും. ജഗദംബികേ മൂകാംബികേ. അപ്പം ക്ലീൻ ഇൻട്രോ. പിന്നെയാണത് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം അത് തന്നെ എനിക്കവിടെ സസ്റ്റെയിൻസ് ഒരുപാട് വന്നു. അതുപോലെ ശ്രുതി ഭയങ്കരമായിട്ട് അത് നോക്കുന്ന വയ്യാത്തതിൻ്റെ ഓവറോൾ ത്രൂ ഔട്ട് ദ സോങ് ശ്രുതി ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് യുവർ ഡേ എന്ന് ഞാൻ പറയുന്നുള്ളൂ. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലല്ലാത്തതാണ് ഈ അസുഖം വരുന്നതെന്നൊക്കെ പറഞ്ഞു. എന്നാലും കെയർഫുൾ ആയിരിക്കണം അല്ലേ. അപ്പോൾ അടുത്ത റൗണ്ടിൽ ബെറ്റർ പെർഫോമൻസ് ആയിട്ട് വരാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിചേട്ടാ. ഷാനിക. അനുഷ്ക, എന്തോ വേണ്ട രീതിയിൽ ഇവർ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നു ഞാൻ അനുഷ്ക പാടുമ്പോൾ ഇത്രയും വരയിട്ട് വെച്ചേക്കണേ. അത് കാരണം ബേസിക്കലി കൺട്രോൾ ഇല്ലായിരുന്നു വോയിസിൽ. അതിങ്ങനെ സാധാരണ അനുഷ്ക വരുമ്പോൾ ഇങ്ങനെ അല്ല പാടാന്നുള്ളത് നമുക്കറിയാം.
അപ്പോൾ ആ ഒരു കൺട്രോൾ ഇല്ലായ്മയാണ് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുക. ഒരുപാട് സ്ഥലങ്ങളിൽ ഷാർപ്പാവുന്നു, ഫ്ലാറ്റ് ആവുന്നു. അതാണ്, കൺട്രോൾ ഇല്ലായിരുന്നു. അത് നാച്ചുറലി നമ്മുടെ തൊണ്ട വയ്യാത്ത സമയത്തല്ല ഇങ്ങനെ ചുമയുണ്ടാകുമ്പോൾ. കാരണം എനിക്ക് അടുത്ത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ സംസാരിക്കുമ്പം വരെ വെള്ളി വീഴുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് യു ഹാവ് ടു ബി വെരി കെയർഫുൾ, ഭയങ്കര കെയർഫുൾ ആയിരിക്കണം കേട്ടോ. ഓൾ ദി ഓക്കെ ബെസ്റ്റ്. സർ. താങ്ക് യു ഷാനിക. കൂട്ടാ മാർക്സ് വയ്ക്കാം. ശരത് സർ, മാർക്സ് പ്ലീസ്. മക്കളെ, ഇപ്രാവശ്യം കുഞ്ഞിന് ഞാൻ തരുന്ന മാർക്ക് 7.6. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക. അനുഷ്ക 7.3. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ഹരിചേട്ടാ. 7.4. താങ്ക് യു സർ. സോ ടോട്ടൽ 22.3 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത തവണ വിളിക്കാം. ഓക്കെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.